എൻ്റേതല്ലാത്തൊരു സാധനത്തിനെ എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണ്? ഒരു കള്ളനാണ് അല്ലേ? ഞാൻ അവിടെ ചെയ്യുന്ന എന്താണ്? മറ്റൊരാളുടെ സാധനത്തിന് എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. അത് മോഷണമാണ്. ഇത്തരത്തിൽ മോഷണം ഈ ബിസിനസ് മേഖലയിൽ ധാരാളം നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ മോഷ്ടിക്കുന്നവരുണ്ട്, പച്ചയ്ക്ക് മോഷ്ടിക്കുന്നവരുണ്ട്. അത്തരത്തിൽ പച്ചയ്ക്ക് മോഷ്ടിച്ചിട്ടുള്ള ഒരു കഥയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഞങ്ങൾക്ക് തന്നെ ഡയറക്റ്റ്ലി ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. ജീവൻ, ആ കഥയൊന്ന് ചുരുക്കി പറയാൻ തോന്നുന്നു. വളരെ രസകരമായ ഒരു കഥയാണ്. അതായത് നമ്മൾ 2024 നമ്മൾ ചെയ്തൊരു വർക്കായിരുന്നു. നമ്മുടെ കുടുംബശ്രീ മിഷൻ്റെ അവർ ഓണത്തിന് വിഷുവിനോ ലോഞ്ച് ചെയ്യുന്ന ഓണത്തിനാന്ന് തോന്നുന്നു, അവരുടെ കുറച്ച് പാക്കറ്റ് ഡിസൈനിങ്. അപ്പം സാധാരണ കുടുംബശ്രീ മിഷൻ ചെയ്തു വന്നിരുന്ന പാക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ബ്രാൻഡ് ചെയ്ത് ആൾക്കാരെ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ലെവലിലുള്ള വ്യത്യസ്തമായ ഒരു പാക്കറ്റ് ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ വർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യും. അതിൻ്റെ ലോഞ്ചിങ്ങിന് സിജു പോവുകയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞു, നമ്മളത് വിട്ടു, കഴിഞ്ഞു പോയി. അപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിനിടയിൽ അതിനെക്കുറിച്ച് ഒരു ക്ലയൻറ്റ് ചോദിക്കുകയും അപ്പോൾ നമ്മളതിൻ്റെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്തു. എൻ്റെ ലാപ്ടോപ്പിൽ ഡിസൈൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഗൂഗിൾ ചെയ്ത് നോക്കും, ഞാൻ വെച്ച് കുടുംബശ്രീയുടെ സൈറ്റൊക്കെ കാണുന്നുണ്ട്. അതിനെക്കാട്ടും ക്വാളിറ്റിയിലൊരു സാധനം ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു പാറ്റ്നയിലെ മറ്റുള്ള ഒരു കമ്പനി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, മറ്റേ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, എല്ലാ വെബ് ഡിസൈനിങ് ചെയ്യുന്നു പറയുന്നു, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഇവർ ചെയ്ത വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതായിട്ട്, അതായത് എക്സാക്ട്ലി ആ പോസ്റ്റ് നമ്മുടെ മുമ്പൊരു ഉണ്ടായിരുന്നൊരു സ്റ്റാഫ് പോസ്റ്റ് ചെയ്ത് അതേ പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടേക്കാണ്, എക്സാക്ട്ലി സിമിലർ. ഞാൻ അത്ഭുതപ്പെട്ടു, ഇത് നമ്മൾ ചെയ്ത് വെക്കണം, അത്രയും ഒതൻറ്റിക് ആയിട്ട് അതിൽ ഇട്ടേക്കാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. അപ്പം ആക്റ്റീവായിട്ട് വലിയ വ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ. നവമിക്ക് വിഷ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. താഴേക്ക് പോകുമ്പോൾ വേറെയും കുറേ വർക്കുകൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ നെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റിയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ സ്വന്തമായിട്ട് ഒന്നുമില്ല, പക്ഷെ എല്ലാം അടിച്ചു മാറ്റിയ വെബ്സൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോകത്തുള്ള മിക്ക കമ്പനികളിലും അതിൽ ക്ലൈൻ്റ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ന്യൂസിലൊക്കെ ഫീച്ചേർഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം സ്ക്രോൾ ചെയ്യുന്നത് ഭയങ്കര ഒതൻറ്റിക്കാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സംഭവമാണ് സംഭവിച്ചത്. റൈറ്റ്. എന്നിട്ട് അതിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായല്ലേ ജീവൻ? നമ്മളത് മെറ്റയ്ക്ക് നമ്മളിപ്പം മെറ്റ വെരിഫൈഡ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മെറ്റയായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ, പക്ഷെ അവർ നമുക്ക് അല്ലാണ്ട് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഒപ്പം തന്നെ ഈ കമ്പനി ഞാൻ കോൺടാക്ട് ചെയ്തു. അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. അപ്പോൾ ഞാൻ ഒരു ഇമെയിൽ ഐ ഡിയാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇമെയിൽ ചെയ്തു, ഇങ്ങനെ കോപ്പി റൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് മെയിൽ ചെയ്യുകയും റെസ്പോൺസ് ഒന്നുമില്ല, സ്വാഭാവികം. അങ്ങനെ ഞാൻ ഇവരെ നമ്പർ കണ്ടുപിടിച്ച് ഇവരെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പം ഹായ് എന്ന് കേൾക്കുമ്പോൾ ഹൗ ക്യാൻ യു ഹെൽപ്പ് യു, ഇങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ മറ്റൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സാധനം ഇങ്ങനെ പറഞ്ഞു, ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് അവരത് ഡിലീറ്റ് ചെയ്യാണ് ഉണ്ടായത്. അപ്പം ഇത്രയുള്ളതിൻ്റെ കാര്യം. അപ്പം ഏറ്റവും രസകരമായ കാര്യം, ഈ പല നോർത്ത് ഇന്ത്യൻ കമ്പനികളും വലിയ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റും ആഡുകളൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ഏറ്റവും അധികം സ്കാംസ് നടക്കുന്ന നോർത്ത് ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണ്. നമുക്ക് പല അനുഭവങ്ങളുണ്ട്. അപ്പം ഇതിലൊക്കെ പോയി ചാടുന്നതും പലപ്പോഴും മലയാളികളൊക്കെയാണ്. ട്രേഡ് മാർക്കിൻ്റെ ഒക്കെ കേസിൽ പലപ്പോഴും നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സൈറ്റുകളൊക്കെ കാണാം. ഇന്നലെ ഇതേപോലെ ഒരു വിഷയം ഉണ്ടായി. അവർക്ക് ഒരു ഒബ്ജക്ഷൻ വന്നിരുന്നു, അതിനുള്ള മറുപടി ഒക്കെ നമ്മൾ ഫയൽ ചെയ്ത് പോയതായിരുന്നു. അപ്പം ഇന്നലെ അതേ ക്ലയൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇതെന്താ ഒരു ടീം നമ്മളെ വിളിച്ചിട്ട് ഇതിനൊന്നും മറുപടി ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ ചോദിച്ചു. നമ്പർ നോക്കുന്ന സമയത്ത് അത് നോർത്ത് ഇന്ത്യയിലെ ഒരു കമ്പനി. അവരിതേപോലെ ഓൾറെഡി നമ്മൾ ഇതിനെല്ലാം റിപ്ലൈ എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇതുപോലെ അവർക്ക് നോക്കാൻ അറിയാതെ അവർ ഇത്തരത്തിലുള്ള കോൾസ് ചെയ്യുകയാണ് ആൾക്കാരെ വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഈ IP ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇത്തരത്തിൽ കോൾസ് ചെയ്യുന്നതിന് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം ടോട്ടൽ ഒരു സ്കാം ആണെന്നുള്ള രീതിയിലൊരു നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയുണ്ടായി. ഇവർ ഓക്കെ സർ, അത്രയേ ഉള്ളൂ, ഓക്കെ സാർ എന്ന് പറഞ്ഞത് കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. അപ്പം ഇത്തരത്തിൽ അതിനുശേഷം ഇപ്പം ഔട്ട് ഓഫ് ദ ടോപ്പിക്കാണ് എന്തെങ്കിലും പറയണം. ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ 1-ാം തീയതിക്ക് ശേഷം, ജനുവരി 1-ാം തീയതിക്ക് ശേഷം ഫയൽ ചെയ്യുന്നതിനെല്ലാം
അപ്ലിക്കൻറ്റിൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി മാസ്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും അത് ആക്സസ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ പഴയ അപ്ലിക്കേഷൻസ് എല്ലാം ഈ പറയുന്ന അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് കഴിയും നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട്. അതൊരിക്കലും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അങ്ങനെ ഒരിക്കലും മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല, നിയമലംഘനമാണത്. അതായത് ഇതിനകത്ത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പം നമ്മളെപ്പോലുള്ള മറ്റ് ബ്രാൻഡിങ് ഏജൻസികളും ഒക്കെ ഇത്തരത്തിൽ അവരുടെ വർക്കുകൾ അവരുടെ ക്ലയൻറ്റ് ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നമ്മളങ്ങനെ അധികം ഷെയർ ചെയ്യാത്ത ആൾക്കാരാണ്. നമ്മളത് ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് ആയതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പൊന്നും ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കമ്പനികളുടെ ഒക്കെ ഇവർ ഞാനും ആലോചിച്ചു, നമ്മളെ ഇത് മുമ്പ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വർക്കുകളും കൂടെ സെർച്ച് ചെയ്ത് നോക്കണം. ഇതാരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമുക്കറിയില്ല. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്, നമുക്കറിയില്ല. ഇനിയിപ്പം ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഇട്ടുകൊണ്ട് നമ്മൾ കണ്ടു, ഇവൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലാണ് ഇത് വെക്കുന്നതെങ്കിലോ. അതെ, ക്ലയൻറ്റിന് ഇത് സെർച്ച് ചെയ്ത് അല്ല അങ്ങനെ നോക്കാത്തൊന്നുമില്ലല്ലോ. നമുക്ക് പലപ്പോഴും കമ്പനികൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ക്രെഡിബിലിറ്റി ആൾക്കാർ നോക്കില്ല. 500 രൂപ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ അവരെടുത്ത് പോകും, അല്ലെങ്കിൽ ഇന്ന ആളാണ് നല്ലതെന്ന് കുറച്ച് അങ്ങോട്ട് പോകും. അപ്പം നമുക്ക് ടെസ്റ്റിമോണിയലും ഈ പറഞ്ഞ സാധനങ്ങളും ഇവൻ AI ജനറേറ്റഡ് ആയിട്ട് എന്തും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരെടുത്ത് പോകാന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ വെബ്സൈറ്റുകൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ വെബിൻ്റെ കോൺടാക്ട് പേജിലെ ഫോമുകളിൽ വഴി ഇത്തരത്തിലുള്ള സ്കാം സാധനങ്ങൾ വരും. അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ കണ്ടുപിടിച്ചിട്ട് ഡൊമൈൻ രജിസ്ട്രി എന്നൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മെയിൽ വരുന്ന ഇതായിരിക്കും, ക്ലയൻറ്റിന് ആയിരിക്കും മെയിൽ വരിക, നിങ്ങളുടെ SEO ശരിയല്ല, നിങ്ങളുടെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ മെയിലേക്ക് ഇഷ്ടം പോലെ തരത്തില്ല, ഡെയിലി വരാറുണ്ട്. ഇനി ഇവൻ റിന്യൂവൽ ആയി എന്ന് പറഞ്ഞിട്ട് വരെ മെയിൽ വരും. ഹോസ്റ്റിജറിന്റെ എക്സാക്ട്ലി അതേ മെയിൽ. ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് റിന്യൂവൽ നിങ്ങൾ കാശ് തന്നാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇമെയിൽ ഐ ഡി നോക്കുമ്പോൾ ഹോസ്റ്റിജറിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി അല്ല. ഇത്തരത്തിലുള്ള സ്കാംസ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇത് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ കയറി ക്ലിക്ക് ചെയ്യും, അവരുടെ ഡാറ്റ പോകും, പൈസ പോകും, വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ ഒരു കാര്യം, നമുക്ക് കുറച്ച് ലോ പോയിന്റ്സ് കൂടെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ശരിക്കും ഈ കോപ്പിറൈറ്റ് നിയമത്തിനകത്ത് ഒരു ക്രിയേറ്റീവ് വർക്കാണെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവ് വർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം എപ്പോഴും ഈവൻ കോപ്പിറൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആരാണോ ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്തിട്ടുള്ള ആ വ്യക്തി, അവർക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓണർഷിപ്പ് കിട്ടുന്നത്, റൈറ്റ്? ഇനി ഈ ഡിസൈൻ വർക്ക് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആരാണോ പൈസ വാങ്ങിയിട്ട് കരസ്ഥമാക്കിയിട്ടുള്ളത് ആ വ്യക്തിക്കായിരിക്കും ഇതിൻ്റെ ഓണർഷിപ്പ് വരുന്നത്, റൈറ്റ്? ഇനി ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനം മറ്റൊരാൾ അയാളുടെ ആണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. അത് കോപ്പിറൈറ്റ് നിയമത്തിലെ സെക്ഷൻ 51 വരുന്നതാണ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. അത് ചെറിയ കേസ് ആയിരിക്കത്തില്ല, അത്യാവശ്യം വലിയ കേസായിരിക്കും. 2 രീതിയിൽ കേസുകൾ പോവാം, ഒന്ന് സിവിൽ കേസ് പോവാം, മറ്റൊന്ന് ക്രിമിനൽ കേസ് പോവാം. അപ്പോൾ സിവിൽ കേസിനകത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് കോടതിക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഉത്തരവിടാനായിട്ട് കഴിയും. രണ്ടാമത്തേത് ഇവർ ഇതുവഴി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നോക്കിയിട്ട് എത്ര ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കിയിട്ട് ഇത് ആരാണോ കേസ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഓണർ ആരാണോ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഉത്തരവിടാം. അതായത് ഫൈന് വരാനായിട്ടുള്ള പെനാൽറ്റി വരാനായിട്ടുള്ള സാധ്യത, അത് എത്ര ലിമിറ്റൊന്നുമില്ല, പെനാൽറ്റി വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ക്രിമിനൽ കേസും കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ. ഇപ്പോൾ നമുക്കറിയാം പല ഫോട്ടോഗ്രാഫ്സൊക്കെ പല രീതിയിലും ആരെങ്കിലും എടുത്ത് ഇട്ടതിനെ പല രീതിയിലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ടീംസ് ഉണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്ന ടീംസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. ഇതെല്ലാം ക്രിമിനൽ കേസ് കൊടുക്കാവുന്ന ഒരു ഭാഗമാണ്. ഇവിടെ 6 മാസം മുതൽ 3 വർഷം വരെ തടവ് ലഭിക്കാം. നോൺ ബെയിലബിൾ ആണ്, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും പോലീസിന്. അപ്പം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് ഇത്തരത്തിലുള്ള കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും ഈവൻ നമ്മൾ പാക്കേജ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ കൊടുക്കുന്ന ഓൺട്രപ്രണേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അതിനകത്ത് വെക്കുന്ന ഒരു ചിക്കൻ മസാല ആണെങ്കിൽ അതിനകത്ത് വെക്കുന്ന കോഴിയാണെന്നുണ്ടെങ്കിലും ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും എന്ത് ഇമേജ് ആണെന്നുണ്ടെങ്കിലും അത് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക, റൈറ്റ്? അത് വേറെ ആരെങ്കിലും എടുത്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഫ്രീ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. നാളെ അതിൻ്റെ പേരിൽ കേസ് വരാം. ഈവൻ ഈയിടയ്ക്ക് ഫോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഇൻസ്റ്റാഗ്രാമിനകത്ത് അതിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മളെ ഫോണ്ട് സ്പെൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ സുഹൃത്തിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അവർ കേരളത്തിലെ മലബാർ ശ്വാസമൊക്കെ ഫോണ്ട് ഉണ്ടാക്കിയ ടീമാണ്. അപ്പം ഇവരുടെ നമുക്ക് ഫോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം ഇവരുടെ അടുത്ത്. അപ്പം നമ്മുടെ ലൈസൻസ് നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഈ ഫോണ്ട് നമുക്ക് സെല്ല് ചെയ്യാനോ റൈറ്റ് ഇല്ല.
ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അത്തരത്തിലുള്ള റൈറ്റും ഇല്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ്ട് കുറേ പർച്ചേസ് ചെയ്തിട്ട് ബൾക്കായിട്ട് ആൾക്കാർക്ക് മറച്ചു വെക്കുന്ന പരിപാടി ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇതുപോലെ വേറൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ പ്യൂർലി ബ്രാൻഡിങ് ഏജൻസിയാണ് നമ്മൾ. അപ്പം നമ്മളെ ക്ലയൻസ് പലപ്പോഴും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളെ സമീപിക്കും. അപ്പോൾ ഇവരതിന് വേണ്ടിയിട്ട് പോസ്റ്ററുകളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. എന്നിട്ട് ഇവരിത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നു. ഇവരുടെ പ്രൊഫൈലിലും പോർട്ട്ഫോളിയോയിലും വെബ്സൈറ്റിലൊക്കെ ഇത് ഇവർ ചെയ്ത വർക്കാണെന്നാണ് കാണിക്കുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവരുടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ പോസ്റ്ററാണ് ചെയ്തിട്ടുള്ളത്, നമുക്ക് മനസ്സിലാവും. പക്ഷേ ക്ലയൻറ്റ് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഈ വർക്ക് മൊത്തം ഇവരുടെ ചെയ്തതാണെന്ന ലെവലിലാണ്. കള്ളമൊന്നും പറഞ്ഞിട്ടില്ല ഇവർ, പക്ഷേ ഈ പോസ്റ്റ് കാണുമ്പോൾ ഇത് ഇവർ ചെയ്ത വർക്കാണ് എന്ന ലെവലിലായിരിക്കും കാണിക്കുക. അപ്പം ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് അവിടെ കാണാറുണ്ട്. അപ്പം ഇത് ഒരു ഫാക്ടർ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കമ്പനി ഫ്രീലാൻസേഴ്സിന് ചിലപ്പോൾ ഒരു വർക്ക് കൊടുക്കുന്നു. ഈ ഫ്രീലാൻസറുമായിട്ട് ഒരു നോൺ ഡിസ്ക്ലോസൽ എഗ്രിമെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഇല്ലെങ്കിലുള്ള പ്രശ്നമാണത്. കാരണം ഇദ്ദേഹത്തെ നമ്മൾ കാശ് കൊടുത്ത് അതിനകത്ത് ചെറിയ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാം. ഇവർ പോയിട്ട് ഇത് ഇവർ ചെയ്ത വർക്കാണെന്ന് പറഞ്ഞിട്ട് ഇവരെ പോർട്ട്ഫോളിയോ വെക്കുന്ന സമയത്ത് അതിന് ഇവർക്ക് പെർമിഷൻ ഉള്ളതുണ്ടാവും. ഇല്ലാത്തത് വെക്കുകയാണെങ്കിൽ അതും ഒരു ഇത്തരത്തിലുള്ള ഒരു കോപ്പിറൈറ്റ് പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷെ ഇതൊന്നും ആൾക്കാർ അവെയർ ആണ്. അതൊക്കെ കാഷ്വൽ ആയിട്ട് ഇപ്പോഴും ഇവൻ നമ്മൾ വീഡിയോസിൽ വെക്കുന്ന ഫൂട്ടേജോ ഇമാജസോ ഒക്കെ ചുമ്മാ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഈവൻ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പോലും എടുത്തുകൊണ്ട് പോയിട്ട് മറ്റ് പേജസിലേക്ക് അവരുടെ വാട്ടർമാർക്കും വെച്ചിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാർ പോലും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അൾട്ടിമേറ്റ്ലി ഇപ്പം നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഫൈൽ അടിച്ചു പോകുന്ന കാര്യമൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകര കാര്യം. ഡിസൈനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മറ്റൊരു ക്ലയൻറ്റിൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് അവിടെ പോർട്ട്ഫോളിയോ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി നിങ്ങൾ വെക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ വർക്ക് വെക്കാനായിട്ടുള്ള ക്രെഡിറ്റ് ഇവരിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ള രീതിയിൽ അത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൊട്ടേഷനിനകത്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റ് വെക്കുകയാണെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്കത് റീസെൽ ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കഴിയും. പലരും ഇത് ചെയ്യാറില്ല. പക്ഷേ ഇതുവരെ പ്രശ്നം ഒരു പക്ഷേ ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ നാളെ നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം ഇവർ നമുക്ക് അതിനുള്ള ക്രെഡിറ്റ് തന്നതാണെന്നുള്ളത്. അപ്പോൾ അതൊരു പോർട്ട്ഫോളിയോ ക്രെഡിറ്റ് കൂടി ഒരു ലൈൻ കൂടി അതിനകത്ത് എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ എന്തെങ്കിലും ഇൻഫ്രിഞ്ച്മെൻറ്റ്, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെടരുത്. കാരണം ഇത് ഡിസൈൻ ചെയ്ത് കൊടുത്തവർ, എന്തെങ്കിലും ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തവർക്ക് പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. അവരും ഇതിനകത്ത് പണിഷബിളാണ്. ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഒരു ആൾ നമ്മൾ കണക്ട് ചെയ്തിരുന്നു മുമ്പ്. അദ്ദേഹത്തിനൊരു ഇത്തരത്തിലുള്ള ഒരു വക്കീൽ നോട്ടീസ് വന്നു. നോക്കുന്ന സമയത്ത് ഈ ഡിസൈൻ കോപ്പി അടിച്ച് ഇവരുടെ ഡിസൈനർ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ ആ ഒറിജിനൽ കമ്പനി ഇവർക്ക് എന്തോ എത്രയോ കോടികളോ ലക്ഷങ്ങളോ ഒക്കെ ഇതാക്കിക്കൊണ്ടുള്ള ഒരു വക്കീൽ നോട്ടീസിന്റെ കാര്യം എന്നെ കാണിച്ചു. 50 ലക്ഷം രൂപയുടെ വക്കീൽ നോട്ടീസാണ്. ആ വക്കീൽ നോട്ടീസ് മാത്രമല്ല, എൻ്റെ ടേബിളിൽ കുറേ എണ്ണം ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇത്തരം നോട്ടീസുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ലീഗൽ നോട്ടീസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു പ്രിക്കോഷൻ എടുക്കുക ഈ ഒരു കാര്യത്തിൽ. മറ്റൊരു വിഷയമായിട്ട് കാണാൻ സിജു രാജൻ സൈനിങ് ഓഫ്. ജീവൻ സൈനിങ് ഓഫ്. ബൈ.